ഹലോ ഫ്ലോക്സ്, വെൽക്കം ടു ദ ന്യൂ വീഡിയോ ഫ്രം മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് രണ്ട് കറികളായിട്ടാണ്. ഒന്ന് ഒരു തട്ടിക്കൂട്ട് സാമ്പാറും മറ്റേത് ഒരു ചീരക്കറിയാണ്. ഇത് കാണിക്കാനായിട്ട് രണ്ട് കാരണങ്ങളാണുള്ളത്. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത്, ഇതുപോലെ വേറെ ആരും സാമ്പാർ വെക്കൂല. വളരെ എളുപ്പത്തിൽ, അതായത് ഒരു തട്ടിക്കൂട്ട് രീതിയിലാണ് ഞാൻ എൻ്റെ സാമ്പാർ വെക്കാറ്. അതുപോലെ തന്നെ ഈ ചീര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഫ്രഷ് ചീരയായിരുന്നു. അപ്പം ഇവിടെ കിട്ടുന്ന പച്ചക്കറികളെല്ലാം നല്ല അടിപൊളി ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറികളാണ്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് അങ്ങോട്ട് എടുത്ത് തിന്നാനായിട്ട് തോന്നും. അപ്പം അങ്ങനത്തെ ഒരു പച്ചക്കറി ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഇത് കാണിക്കാനുള്ള രണ്ടാമത്തെ കാരണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. എന്നാൽ ആദ്യം തന്നെ നമുക്ക് സാമ്പാറിൽ നിന്ന് തുടങ്ങാം. ഇത്രയും കഷ്ണങ്ങളാണ് ഞാൻ സാമ്പാറിന് വേണ്ടി എടുത്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, ഒരു തട്ടിക്കൂട്ട് സാമ്പാർ തന്നെയാണ്. അതിനകത്ത് സവോള വരെ ഉണ്ട്. സവോള പലരും ഇടാറില്ല, ഞാനിവിടെ ഇടാറുണ്ട്. അപ്പോൾ നമ്മളെല്ലാം അരിഞ്ഞെടുത്ത് നമ്മുടെ ലേഡീസ് ഫിംഗർ ഒഴികെ ബാക്കിയെല്ലാം കൂടി കുക്കറിനകത്തോട്ടിട്ട് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് പരിപ്പും കൂടി ഇടുന്നുണ്ട്. സാമ്പാർ പരിപ്പ് ഞാൻ പൊതുവേ യൂസ് ചെയ്യാറില്ല. അതിന് പകരം ഞാനിവിടെ ചുമന്ന ചെറിയ പരിപ്പാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ബാക്കിയുള്ള പച്ചക്കറികളെല്ലാം, അതായത് ക്യാരറ്റ്, ഉള്ളി, പൊട്ടറ്റോ, പംകിൻ, സവോള എല്ലാം കൂടി ഒന്ന് ഇട്ട് കൊടുത്ത് ഒരു വിസിലടിച്ച് നമ്മളൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ലേഡീസ് ഫിംഗർ മാത്രം ഇടുന്നില്ല. ഓക്കെ, അത് ഇട്ടിട്ടുണ്ടെങ്കിൽ വെന്ത അലിഞ്ഞു പോകില്ലേ, അതുകൊണ്ട് ഞാൻ അത് മാത്രം ഇടാറില്ല. ബാക്കിയെല്ലാം കൂടി ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച്, നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ ഉപ്പ് ചേർക്കാം. ഞാനിവിടെ ഉപ്പും ചേർക്കുന്നില്ല, ചുമ്മാ വെള്ളം ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. അപ്പം അതൊക്കെ അവിടെ ഇരുന്ന് വേവട്ടെ. അതിന് മുന്നേ ഒരു കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. എൻ്റെ ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഇതിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകണ്ട. വിമർശനങ്ങളും അതേപോലെ തന്നെ നല്ലതാണെങ്കിൽ നല്ലതാണെന്നും പറയാൻ ആരും മടിക്കണ്ട. അപ്പോൾ നമ്മുടെ പച്ചക്കറികളൊക്കെ ഒന്ന് അവിടെ വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു ചട്ടി വെക്കുന്നു. അതിനകത്തോട്ട് എണ്ണ ഒഴിച്ച് കഴിഞ്ഞ് നമ്മൾ അതിനകത്തോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. അധികം പൊടികളൊന്നും ചേർക്കുന്നില്ല. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, സാമ്പാർ പൊടി, ഇത്രയും പൊടികളാണ് ഞാൻ ചേർക്കുന്നത്. അതായത് എരിവ് ആവശ്യമുള്ളവർക്ക് മുളക് പൊടി ചേർക്കാവുന്നതാണ്. ഞാൻ എരിവിന് കുറച്ചാണ് ഞങ്ങളിവിടെ യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് മുളക് പൊടി പൊതുവേ ഞാൻ ഉപയോഗിക്കാറില്ല. ഇതിൻ്റെ കൂട്ടത്തിലാണ് ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ പച്ചക്കറിക്കകത്തും ഉപ്പിടാം, അതല്ല എങ്കിൽ ഇങ്ങനെ ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ചൂടാക്കി, ഒന്ന് പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ ഒന്ന് ചൂടാക്കി എടുക്കാം ആദ്യം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം. അപ്പം ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ, ഇതൊരു തട്ടിക്കൂട്ട് സാമ്പാറാണ്. ഇങ്ങനെയൊന്നും ആരും ഉണ്ടാക്കാറില്ല എന്ന് എനിക്കറിയാം. ഓക്കെ, അപ്പം വെള്ളം ഒഴിച്ചു കൊടുത്ത് നമ്മളൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. തിളക്കുന്ന സമയം കൊണ്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് കറിവേപ്പില ഇതിനകത്തോട്ടിടാം. ഞാനിവിടെ കറിവേപ്പില ഇടുന്നുണ്ട്. കറിവേപ്പില ഇട്ട് നല്ലപോലെ ഒന്ന് തിളച്ച് കഴിയുമ്പം നമുക്ക് അടുത്ത പരിപാടി ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ വിസിലടിച്ച് വാങ്ങി വെച്ച പച്ചക്കറി ഉണ്ടല്ലോ, തുറന്ന പച്ചക്കറി ഉണ്ടല്ലോ, ആ ഈ ഒരു വിസിലടിച്ച് കഴിഞ്ഞിട്ട് കുക്കറിൻ്റെ മൂടി കാറ്റ് കളഞ്ഞ് നമ്മൾ തുറക്കാൻ പാടില്ല. അത് ഓട്ടോമാറ്റിക് തന്നെ കാറ്റ് പോകുന്നതാണ് ഏറ്റവും നല്ലത്. അടുത്ത പരിപാടി നമ്മൾ ചെയ്യുകയാണ്. നമ്മുടെ ലേഡീസ് ഫിംഗർ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് മാക്സിമം ആണ്, പെട്ടെന്ന് തന്നെ വേവുന്നതാണ്. അപ്പോൾ ഒന്ന് വേവിച്ചെടുക്കുക. കാരണം വെന്ത് കുഴഞ്ഞു പോകാൻ പാടില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ സെപ്പറേറ്റ് ഞാനിവിടെ ചെയ്യുന്നത്. എന്നിട്ട് നമ്മുടെ വെന്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കുക്കറിനകത്തെ ബാക്കി പച്ചക്കറികളും കൂടി ഇതിനകത്തോട്ട് ആഡ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ചാറാക്കി എടുക്കാം. ഒന്നെങ്കിൽ വെള്ളം ചേർക്കാം, ഒന്നെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളം ചേർക്കാം, ഇല്ലെങ്കിൽ പച്ചവെള്ളം ആണെങ്കിലും ചേർത്ത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഞാനിവിടെ പച്ചവെള്ളമാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നല്ല രീതിക്ക് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ കായപ്പൊടിയും കൂടി ചേർത്ത് വാങ്ങിയെടുക്കാം. ഇത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കണം. ഇതിവിടെ ഞാൻ നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിന് ഒരു കുറവ് കണ്ടു. അപ്പോൾ ഇച്ചിരി ഉപ്പും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ കായപ്പൊടിയും കൂടി ചേർത്ത് നമ്മൾ വാങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ ഇത്രയാണ് എൻ്റെ സാമ്പാറിൻ്റെ പരിപാടി. നമുക്കൊരു 10 മിനിറ്റ് കൊണ്ട് സാമ്പാറൊക്കെ റെഡി ആവും. എൻ്റെ സാമ്പാർ തട്ടിക്കൂട്ട് സാമ്പാറാണ്, പക്ഷേ ടേസ്റ്റ് നല്ല ടേസ്റ്റ് തന്നെയാണ്. പിന്നെ പുളിയൊന്നും ഞാൻ ഇതിനകത്ത് ചേർക്കാറില്ല. എല്ലാവരും പുളിയൊക്കെ ചേർത്ത് നല്ല വറുത്തരച്ചൊക്കെ വെക്കുന്ന സാമ്പാറുകളുണ്ട്. പക്ഷേ ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് വെക്കാറ്. നല്ല ടേസ്റ്റുള്ള സാമ്പാർ തന്നെയാണ് എനിക്ക് കിട്ടാറ്. ഇതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പരിപാടി തീരും. നമുക്ക് അരിഞ്ഞ പച്ചക്കറി ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. 10 മിനിറ്റ് പോലും വേണ്ട. അതിന് മുന്നേ തന്നെ നമ്മുടെ സാമ്പാർ റെഡിയാവും. അപ്പം ഞാൻ ഇങ്ങനെയാണ് സാമ്പാർ റെഡിയാക്കുന്നത്. ഇനി നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോകാം. ഇതൊന്നും കൂടി ഒന്ന് തിളക്കട്ടെ. എന്നിട്ട് നമുക്കൊന്ന് വാങ്ങിയിട്ട് നമുക്ക് ചീര എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. എനിക്കറിയാം നിങ്ങൾക്ക് ചീര എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. പക്ഷേ ഞാൻ ഈ ഫ്രഷ്നെസ് കണ്ടുകൊണ്ട്, ഞാൻ പറഞ്ഞല്ലോ ഈ ഫ്രഷ്നെസ് കണ്ടുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഇത് കാണിക്കാം എന്ന്
വിചാരിച്ചത്. ഇത് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഇത് അഴിക്കുമ്പോൾ കണ്ടോ, നല്ല ഫ്രഷ് ആയിട്ടുള്ള ചീരയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇവിടെ കിട്ടുന്ന പച്ചക്കറികളൊക്കെ ഇങ്ങനെയാണ് കേട്ടോ, നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറികളാണ് നമുക്ക് കിട്ടാറ്. ഇതുണ്ട്, ഈ കുഞ്ഞു ചീര കണ്ടോ, ഇതും നമ്മൾ ചീരയായിട്ട് അരിഞ്ഞ് കറി വെക്കുന്നതാണ്. നാട്ടിൽ ഇത് യൂസ് ചെയ്യുമോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഇവിടുത്തുകാർ അങ്ങനത്തെ കുഞ്ഞു ചീര തന്നെയായിട്ടും കറി വെക്കാറുണ്ട്. അപ്പം നമ്മുടെ ചീരയൊക്കെ ഞാൻ നല്ല പോലെ ഒന്ന് വൃത്തിക്ക് കഴുകി അതിൻ്റെ വേരും മണ്ണും ഒക്കെ ഒന്ന് കളഞ്ഞെടുത്ത് നല്ലപോലെ എല്ലാം നോക്കി പുഴുവൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തി നല്ലപോലെ കഴുകിയെടുത്ത ചീരയാണ്. ഇനി നമുക്ക് അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുക എന്നാണ് അടുത്ത പരിപാടി. അപ്പം ഇവിടെ എങ്ങനെയാണ് ചീര വെക്കുന്നതെന്ന് പറഞ്ഞാൽ, അതായത് നമ്മൾ നിൽക്കുന്ന ഇവിടെ പാറ്റ്നയിൽ ഇവർ ചീര വെക്കുമ്പോൾ കുറച്ചുകൂടി വെള്ളമൊക്കെ ഒഴിച്ച് പിന്നെ ഇതിനകത്തോട്ട് വേറെ മസാല പൊടികളൊക്കെ, അതായത് മുളക് പൊടി, ഗരം മസാലയൊക്കെ ചേർത്തിട്ടാണ് ഇവിടെ ഉണ്ടാക്കാറ്. അപ്പോൾ അതൊന്നും നമുക്ക് ഇഷ്ടപ്പെടാറില്ല. താഴേന്ന് എനിക്ക് ആൻറ്റി തരുമ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പം നമ്മൾ അതൊന്നും അങ്ങനെ അധികം ഇതാക്കാറില്ല. ഒത്തിരി മസാല ഇവർ യൂസ് ചെയ്യും. നമുക്ക് അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. നമ്മൾ മിനിമം മസാലയിൽ പോകുന്ന ആൾക്കാരാണ്. ഓക്കെ, അപ്പം നമ്മൾ ചീര ഇവിടെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചീര കട്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ്. കത്തിയൊക്കെ വെക്കുമ്പോഴേ അങ്ങ് മുറിഞ്ഞു പോകും. അപ്പോൾ ബോർഡും കൂടി ഉണ്ടെങ്കിൽ പെട്ടെന്ന് അരിഞ്ഞ് തീരും. ഞാനിവിടെ ബോർഡ് വെച്ചിട്ട് പെട്ടെന്ന് 2-3 വര വരയുമ്പോഴത്തേക്കും കണ്ടില്ലേ, ചീരയൊക്കെ പെട്ടെന്ന് അരിഞ്ഞ് നമുക്ക് കിട്ടും. അപ്പം ഈ ചീരയ്ക്കകത്തോട്ട് അധികം സംഭവങ്ങളൊന്നും നമ്മൾ ചേർക്കുന്നില്ല. കുറച്ച് ഉള്ളി ചേർക്കുന്നുണ്ട്, അതുപോലെ തന്നെ 2 പച്ചമുളകും ചേർക്കുന്നുണ്ട്. കുറച്ച് സവോളയുള്ളിയാണ്. സവോളയുള്ളി ഇവിടെ അരിഞ്ഞ് റെഡിയാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2 പച്ചമുളകും കൂടി നമുക്കൊന്ന് അരിഞ്ഞ് ഇട്ടിട്ട് നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ചട്ടി വെക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനകത്തോട്ട് കുറച്ച് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുത്ത് സവോള ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു ചെറിയൊന്ന് ചൂടാവട്ടെ സവോള. എന്നിട്ട് നമുക്ക് നമ്മുടെ ചീര അങ്ങ് ഇട്ട് കൊടുക്കാം. ചീര ഇട്ട് കൊടുത്ത് ഞാൻ അന്നേരം ഇളക്കാറില്ല, കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇളക്കാറ്. കാരണം അതൊന്ന് ഒതുങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം കുറച്ച് നേരം ഒന്ന് നമ്മളവിടെ ഒന്ന് വെച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ചൊന്ന് ഒതുങ്ങി കിട്ടുകയും ചെയ്യും, നമുക്ക് ഇളക്കാനായിട്ട് എളുപ്പമായിരിക്കുകയും ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ എപ്പോഴും ചീര ഇളക്കാറ്. ഇത് ഇന്നത്തെ ചോറിൻ്റെ കറിയാണ് കേട്ടോ. സാമ്പാറും ചീരയാണ് ഇന്നത്തെ ചോറിന് കറി. പിന്നെ മീനൊക്കെ ഫ്രിഡ്ജിലിരിപ്പുണ്ട്. അതൊക്കെ ഞാൻ ആവശ്യമുള്ളവരോടൊക്കെ ഇത് ചോദിക്കട്ടെ. കുഞ്ഞാപ്പൂവിന് വേണമെന്ന് എനിക്കറിയത്തില്ല. അവൾക്ക് മീനും ഇറച്ചിയൊക്കെ എന്തെങ്കിലുമൊക്കെ രുചിയുള്ള സംഭവം സൈഡിൽ കൂടി വേണം. എല്ലാ പച്ചക്കറിയും അവൾ കഴിക്കും, പക്ഷേ കുറച്ച് രുചിയുള്ള സംഭവം കൂടി കിട്ടുവാണെങ്കിൽ വളരെ ഇഷ്ടമാണ് ചോറ് തിന്നാനായിട്ട്. അപ്പം അവളോടും കൂടി ചോദിച്ചിട്ടേ ഞാൻ മീൻ വറക്കണമെങ്കിൽ വറക്കുന്നുള്ളൂ. അപ്പം നമ്മുടെ ചീരയുടെ ഒരു 5 മിനിറ്റ് ഏറെക്കുറെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. അധികം പൊടിയൊന്നും ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. ആകെ 2 പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അത് ഒന്നാമത്തത് മഞ്ഞൾപ്പൊടിയാണ്, അതുപോലെ തന്നെ രണ്ടാമത്തത് ഉപ്പുപൊടിയാണ്. ചിലർ മഞ്ഞൾപ്പൊടി ചേർത്തും ഉണ്ടാക്കും, ചേർക്കാതെ ഉണ്ടാക്കും. ഞാൻ എല്ലാവർഗത്തിനും, അതായത് ചീരകൾക്കെല്ലാം ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്താണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ അകത്തെ ആ ഒരു കട്ടൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യും എന്നാണ് പറയപ്പെടാറ്. എനിക്കറിയില്ല അതിനെക്കുറിച്ച്. അപ്പം ഞാൻ എന്നാണേലും ഒരു മഞ്ഞ കളറിനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാറുണ്ട്. എന്നിട്ട് നമ്മുടെ തേങ്ങ ചിരവിയതും കൂടി കുറച്ച് ചേർത്ത് അതിൻ്റെ വെള്ളം വരുമ്പോഴത്തേക്കും നമുക്ക് തേങ്ങയും കൂടി ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചീര തോരനും ഇവിടെ റെഡിയാണ്. അപ്പം ഇന്നത്തെ ചോറിൻ്റെ 2 കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ നിങ്ങളെ ചുമ്മാ കാണിച്ചു എന്നേ ഉള്ളൂ. അതുപോലെ തന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറി ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഇത് കാണിച്ചത്. ഓക്കെ, അപ്പം ഇനി വേറൊരു വീഡിയോയിൽ കാണാം. അതിന് മുന്നായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. ഇനി